നമ്മുടെ ഇടവകപ്പെട്ട ആളാണല്ലോ. അതെ അതെ, നമ്മുടെ ഇടവപ്പെട്ട ആളാണ്. ജോൺ മത്യാസ് എന്നാണ് പേര്. ഇത് എന്തോ മന്ദഗതിയിൽ പോവുകയാണെന്ന് അവർക്ക് പരാതിയുണ്ട്. ആ പരാതി കൊണ്ടാണ് നമ്മൾ ഉടനെ മിനിസ്റ്ററെ വിളിക്കുകയും മിനിസ്റ്റർ മീറ്റിങ്ങിലാണ് ഇന്ന് തന്നെ അവിടെ ചെന്ന് കാണാനുള്ള അവസരം തീർക്കാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും രാവിലെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യങ്ങളുണ്ട് അതിനൊരു വീഴ്ചയില്ലാതെ ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് മിനിസ്റ്റർ തന്നിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ച് അവർ മുമ്പിൽ വെച്ചെന്ന് വിളിച്ചു. ഇന്ന് അറ്റുവൊക്കെ കണ്ട് ഒന്ന് സംസാരിക്കുകയുണ്ടായി. ഇവിടുന്ന് ഉള്ള എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടാകാൻ ആവശ്യം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ മത്സ്യത്തൊഴിലാളികൾ വള്ളം ഇറക്കിപ്പോയി അവർക്ക് അറിയാവുന്ന മേഖലകളിലൊക്കെ പോയി അന്വേഷിച്ച് വരും. പക്ഷേ ഇത് നമ്മളെപ്പോഴും ഈ ഹെലികോപ്റ്റർ ഉദ്ദേശിക്കുന്നത് മുകളിൽ നിന്നാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് കാണാൻ സാധിക്കും. വള്ളത്തിൽ പോകുമ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് കിട്ടത്തില്ല. നമ്മൾ ആ പോകുന്ന വ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാനത് മിനിസ്റ്ററോടെ പറഞ്ഞു, ഈ ഹെലികോപ്റ്റർ പോവുകയാണെങ്കിൽ ഇവിടെ ഈ ബോട്ടിൽ പോയി 4 ആൾക്കാരുണ്ട്. അതിൽ 2 ആൾക്കാരെ കൂടെ കൊണ്ടുപോയാലേ അവർക്ക് വ്യക്തമായിട്ട് അതിൻ്റെ സജ്ജീകരണം ചെയ്യാൻ പറ്റും. ഇവർക്ക് അറിയത്തുള്ളൂ. അല്ല അതിൽ പുതിയ ആൾക്കാരെ കയറ്റിക്കൊണ്ട് അവർക്ക് ഏത് ഏരിയ എന്ന് അറിയാൻ പറ്റും. ഇതിന് 2 ആൾക്കാരെ കയറ്റി ഹെലികോപ്റ്റർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഇവർ വന്ന് കാണുകയും അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ എന്തെങ്കിലും ഞങ്ങളുടെ കുറവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റി അവർ ക്ലിയർ ചെയ്യും. പക്ഷേ ഞാൻ കുറച്ച് അധികം വർഷം കൊണ്ട് ഇതുമായിട്ട് ഇങ്ങനെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ സാറ് പറഞ്ഞ ഇതേ കാര്യങ്ങൾ ഞങ്ങളോട് പല ആവർത്തി നേരത്തെ സർക്കാരായാലും ഇപ്പോഴത്തെ സർക്കാരായാലും നമ്മൾ പോകുന്ന സമയത്ത് അവർ പറയും അടിയന്തര നടപടികൾ ഉടനെ സ്വീകരിക്കുന്നതാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യും, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവർ പറയും അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ പറയും അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇത് 7ാം ദിവസമാണ്. 7ാം ദിവസമാണ്. ഇപ്പോഴും ഇവർ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പരിധിക്കുള്ളിലുള്ള അന്വേഷണമല്ല. ഇത് ഉൾക്കടലിൽ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റും ഒഴുക്കുമൊക്കെ വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് എവിടെയാണെന്ന് അറിയില്ല. രാമേശ്വരത്തിലാണ് പോകുന്നത്. അപ്പോൾ ആ റൂട്ടിൽ പോകുന്ന അതിന് പറ്റിയ ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ല ഇവർക്ക് ഇങ്ങനെ ബോട്ടിൽ നിന്നും പോയിട്ട് കാര്യമില്ലെന്ന് പറയും. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ബോട്ടിൽ പോകുന്നത് ഒഴിവാക്കി വെച്ച് ഹെലികോപ്റ്റർ അന്നേ അവർ ശ്രമിച്ചേക്ക് നടക്കുമെന്നാണ് ഈ വീട്ടുകാർ 100%. അതായത് ഞാനതാ പറയും, ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾ ബോഡിയാണ് അന്വേഷിക്കുന്നത്. അന്ന് ജീവനായിരുന്നു. അതെ, അന്ന് നോക്കി ജീവൻ കിട്ടേണ്ട സമയത്ത് നമ്മളത് ചെയ്തില്ല. ജീവനോടെ ഉണ്ട് എന്നാണ് അത് അവരുടെ പ്രതീക്ഷയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കട്ടെ, നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ആകട്ടെ. എങ്കിലും ഈ 7 ദിവസം ആയി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അപ്പോഴൊന്നും അതിൻ്റെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു ഹെലികോപ്റ്റർ നടക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അങ്ങനെ മാത്രമേ സാധിക്കൂ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത് ആ സമയത്ത്. അങ്ങനെയാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ നമ്മുടെ ഇവിടെ ഈ അദാനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കപ്പൽ മറിഞ്ഞല്ലോ, കപ്പൽ താഴ്ന്നു. അന്ന് അതിലുള്ള അവരെ കണ്ടെത്താൻ വേണ്ടി വിത്തിൻ 2 hours അവരെ രക്ഷിച്ചെടുത്തല്ലോ, വിത്തിൻ 2 hours. അപ്പോൾ അവർക്ക് സാമ്പത്തികമുണ്ട്, വലിയ കമ്പനിക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് ഞങ്ങൾക്ക് കാലതാമസം വരും. ഇത് ഞങ്ങളുടെ ഒരു വേദനയാണ്. ഇതിവിടുത്തെ മാത്രമല്ല, കാലാകാലങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വേദന. അടിയന്തരമായിട്ട് സത്വര നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളും വിട്ടുകൊണ്ട് അവരിങ്ങനെ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കതിന് ഇപ്പം സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ പോയി കാണുമ്പോൾ അവരോട് പറയേണ്ടത് ഇത്ര തന്നെ. അതായത് ഇപ്പം ഞാനൊരിത് കേട്ട് മുതലപ്പൊഴിയിൽ അടിയന്തരമായി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. 80ാമത്തെ മരണമാണ് മുതലപ്പൊഴിയിൽ. ആദ്യത്തെ ആൾ മരിച്ചപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ 80 ആയപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നു അടിയന്തരമായിട്ട് ഉടനെ ചെയ്യുന്നതാണ്. ഇത് അറിയില്ല ഇതെന്തെങ്കിലും നടക്കുമെങ്കിൽ നല്ലത്. പക്ഷേ ഞങ്ങളിങ്ങനെ പറ്റിക്കുന്നതിൻ്റെയാണ്.
അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ ഫാമിലിയിലെ മക്കളെല്ലാവരും ചാനലിൽ അവരോട് സംസാരിച്ചു. പക്ഷേ ആ ഒരു കാര്യമെങ്കിലും നമ്മൾ ഓർക്കേണ്ടത്, 3 മക്കളാണ്, 3 മക്കളും ചാനലിൽ സംസാരിക്കാം അവരുടെ വിഷമങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ മുൻകൈ എടുത്ത് അതിനു വേണ്ടി പ്രയത്നിക്കട്ടെ. ഇല്ല, ഇടവക തലത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമല്ല. നമുക്ക് ടെക്നിക്കലായിട്ട് വേറെ വികസനമൊന്നുമില്ല, അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും നമുക്കില്ല. നമ്മൾ സാധാരണ മത്സ്യത്തൊഴിലാളികൾ അവരുപയോഗിക്കുന്ന ഈ ബോട്ട് ഉപയോഗിച്ച് എത്താൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം അന്വേഷിച്ച് നോക്കുന്നു, തിരിച്ചു വരും. മുഖ്യമന്ത്രിക്ക് ഫിഷറീസ് മന്ത്രിക്ക് നമ്മൾ നിവേദനമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി MLA, കളക്ടർ വഴി കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. നിവേദനമായിട്ട് ഞാൻ അതാ പറയുന്നത്, ഈ 7 ദിവസം കൊണ്ട് നമ്മൾ നിവേദനം കൊടുക്കാമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിവേദനം തയ്യാറാക്കുന്നത് കാലതാമസം വരുന്ന സമയത്താണ്. ഇപ്പോൾ 1000കണക്കിന് 10000കണക്കിന് നിവേദനങ്ങൾ, 10000കണക്കിന് സമരങ്ങൾ, വലിയ സമരങ്ങൾ. പുതിയ സർക്കാർ ഞാൻ കുരിശിട്ട് പറയാണ്, ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞു, VD സതീശൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അവിടെ സന്ദർശിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, കഴിഞ്ഞ പിണറായി സർക്കാർ പോയപ്പോൾ കണ്ടല്ലോ. അതാണോ മറുപടി? നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഒരാളെ മുഖ്യമന്ത്രിയാക്കി മാറ്റുമ്പോൾ ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി അതാണ്. അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് പറയാം, ഓക്കെ ഞാൻ ഇവിടെയൊക്കെ ആയിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങോട്ടും വരുന്നുണ്ടെന്ന് എങ്കിലും വരണ്ട. അങ്ങനെ പറയുന്നതിന് പകരം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് വന്നാൽ അവർ അടിച്ച് തീർത്തുകളയും എന്നൊക്കെ ഉള്ള ധ്വനിയാണ് അയാളുടെ മറുപടിയിൽ വന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തീവ്രവാദികളാണ്. ഞാനിത് ഇപ്പോൾ ഇന്നലെ അദ്ദേഹം അങ്ങനെ ഒരു ചാനലിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ അവരുടെ വായിൽ നിന്നും ഇങ്ങനത്തെ ഒരു ദുരിതമുണ്ടായ സ്ഥലത്ത് ഞങ്ങൾ പോയാൽ ഇങ്ങനെ കുടിപ്പാണ് അവർ മുഴുവൻ മൊത്തം കോൺഗ്രസിന് കൊടുക്കുമ്പോൾ അവർ കോൺഗ്രസ് ബ്ലഡിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു മുഖ്യമന്ത്രി മനസ്സിലായി. മാത്രമല്ല, ഇങ്ങനത്തെ ഈ പ്രകൃതി ദുരന്തമൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയമല്ല മനുഷ്യരെയാണ് ഇഷ്ടം. രാഷ്ട്രീയം മറന്ന് മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യത്തിന് പകരം ഇവരിപ്പോൾ രാഷ്ട്രീയം പറയുന്നത് ഞാൻ അറിയില്ല, പക്ഷേ അവരിൽ നിന്നും വരുന്ന മറുപടികളാണ്. പിന്നെ ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഹെലികോപ്റ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് അത് പറയുന്നത് ചില നിയമ നടപടിക്രമങ്ങളുണ്ട്. അതേ ഇതിൽ തന്നെ ഒരു കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററുണ്ട്, അതിൽ യാതൊരു തുകയും കൊടുക്കേണ്ടതില്ല, അത് നമ്മൾ ഉപയോഗിച്ചാലില്ലെങ്കിലും വാടക കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ, അതിന് പ്രത്യേകിച്ച് വാടക കൊടുക്കണ്ട, ഓൾറെഡി നിങ്ങൾ പേ ചെയ്തെന്ന് പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ, അത് തന്നെയാണ് പല ജീവനും നഷ്ടപ്പെടുന്നതിൻ്റെ ബേസിക് ഘടകങ്ങൾ. ഇന്ന് ഞങ്ങൾ മിനിസ്റ്റർ നേരത്തെ ഒന്ന് കാണുന്നുണ്ട്. മിനിസ്റ്റർ ഇന്ന് വൈകിട്ട് മുമ്പ് കാണുമെന്ന് പറഞ്ഞു അവരുടെ ആവശ്യങ്ങളുടെ പരിഹരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീഴ്ചയും ഉണ്ടാവില്ല. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വീഴ്ചയോട് കൂടെ കൃഷ്ണൻ ഈ കാര്യങ്ങൾ നിർവഹിച്ച് നമ്മളാരും ഇപ്പോൾ സർക്കാരിനെതിരല്ല കേട്ടോ, പക്ഷെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരേണ്ട സംവിധാനമാണ്. അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു കാലതാമസം വരുമ്പോഴുണ്ടാകുന്നത് ഞങ്ങളുടെ വികാരമാണ്. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് ഇപ്പോൾ സാറ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേഖലയിൽ ഒരു പ്രശ്നം വരുമ്പോൾ സാറിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഒരു ആൾക്കാർ പോലും നമ്മൾ കോൺഗ്രസിൽ നിന്നോ CPM നിന്നോ മറ്റുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിലൊരു മാറ്റം. അത് ഏത് ആളായിരുന്നാലും അങ്ങനെയല്ല. ഒരു മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് നമ്മുടെ സ്വത്താണ്. അവർ നമുക്ക് ഒരു ചെറുപ്പത്തിലെ ഒരു തലപ്പത്തിലുള്ള ആളാണ്. അയാളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അന്ന് തന്നെ 4 വരെ തിരിച്ചു വന്ന അന്ന് തന്നെ അവരെ കിട്ടും. അതെ എൻ്റെ തോന്നുന്ന അത് ജീവനോടെ അവരെ കിട്ടുമായിരുന്നു. അതോ
എന്താ അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അടുത്ത ദിവസം തന്നെ അത് നമുക്കറിയാം കാലാവസ്ഥ മോശമാണ്. അപ്പോൾ അങ്ങനെ അത്രയും നമുക്ക് കരയിൽ നിൽക്കുന്നവർക്ക് ഇത് തോന്നുമ്പോൾ കടലിൽ ജീവനോടെ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രമാത്രം അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. അവിടെയാണ് നമ്മുടെ ഒരു കരം നീട്ടിക്കൊടുക്കേണ്ട സാധനം. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴും നമുക്കവർ വാഗ്ദാനം ഞങ്ങൾ റെഡിയാക്കാം. കാരണം ഇതിന് ഫിഷറീസ് വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതാ ഞാൻ അതാ പറയാം, ഫിഷറീസ് വകുപ്പ് സംസാരിച്ചിട്ട് മിനിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും അവർ സഹോദരനെ ഇന്ന് കണ്ട് വേണ്ട കാശുകളിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വരുന്നത് ഒത്തിരി സന്തോഷം.